ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മലനാട് അമ്പലത്തിൽ വരെ പോവുകയാണ്. പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളുണ്ട്. അതെല്ലാം ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. പോകുന്ന വഴി തന്നെ ഇവിടെ ഇങ്ങനൊരു തോടുണ്ടായിരുന്നു. ആ തോട് ഞാൻ എൻ്റെ അനിയനെ വിളിച്ച് കാണിച്ചു കൊടുത്ത്. അവിടെ ഇങ്ങനെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ആ മീനെയൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ ഇങ്ങനൊരു വയലുണ്ടായിരുന്നു. വയലിൽ കൂടെ ഞങ്ങൾ നടന്നു പോയി. നടന്ന് ഞങ്ങളിതേ മെയിൻ റോഡിലെത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നടപ്പായി. അവിടെ ഇങ്ങനെ നെൽപ്പാടം ഉണ്ടായിരുന്നു. നെല്ലൊക്കെ വിളഞ്ഞിപ്പോൾ ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല ഭംഗിയായിരുന്നു. നെല്ല് വിളഞ്ഞിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. മലയാള അമ്പലത്തിൻ്റെ ചുറ്റും വയലാണ്. നല്ല ഭംഗിയായിരുന്നാണ്. പണ്ട് ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ കൊയ്യാൻ വന്നിട്ടുണ്ട്. അമ്മ കൊയ്യും, അത് നോക്കി ഞാനിവിടെ ഇങ്ങനെ തണലത്ത് മാറിയിരിക്കും കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ ഹോട്ടലാണ്, മലനാടയിലെ ഒരു മെയിൻ ഹോട്ടലാണ് വീണ ഹോട്ടൽ. ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഞാനും അനിയനും കൂടെയൊക്കെ അമ്പലം എത്താറാകുമ്പോഴത്തേനും വയലായി. അതെല്ലാം അവന് ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ ഇങ്ങനെ ഇടയ്ക്ക് താമരയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം അവനെ ഞാൻ ചൂണ്ടി കാണിച്ചു കൊടുത്ത്. ഇതാണ് കേട്ടോ, കുന്നിൻ്റെ ചരിവിലാണ് അമ്പലം. അവിടെ ഇങ്ങനെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവനെ ഇരുന്നാളാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവനെ അതെല്ലാം കാണിച്ച് ആട്ടിയൊക്കെ ചെയ്തു കേട്ടോ. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ അടുത്ത് ഞങ്ങൾ കയറുകയാണ്. കുറച്ച് പടികളൊക്കെ കയറിയാണ് ചെല്ലേണ്ടത്. നമ്മുടെ കേരളത്തിലെ ഒരു ദുര്യോധന ക്ഷേത്രമാണ് കേട്ടോ. ഒരു ദുര്യോധന ക്ഷേത്രമുള്ളൂ, ആ ക്ഷേത്രമാണിത്. അപ്പം അനിയനാണെങ്കിൽ ഇവിടെ അങ്ങ് മനസ്സുരിയും പ്രാർത്ഥിക്കുക. എൻ്റെ ഒപ്പം ഞാനും പോയി പ്രാർത്ഥിച്ച്. ഇതാണ് കേട്ടോ അമ്പലം. നല്ല തെള്ളുണ്ടായിരുന്നു, നല്ല ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഇങ്ങനൊരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിനകത്ത് ഞങ്ങൾ അതിൻ്റെ ചോട്ടിലൊക്കെ വന്നിരിക്കുകയായിരുന്നു. വേറെ സ്ഥലത്തുകൂടെ ഞാൻ പോവാണ്. ഇവിടുന്ന് കുറച്ച് പടികളൊക്കെ ഇറങ്ങി വേണം പോവാൻ. അപ്പം ഇവിടെ ഇങ്ങനെ നിറയെ ഇതൊക്കെ ഉണ്ടായിരുന്നു, വിളക്കുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പടി ഇറങ്ങി പോകണം. വേറെ എവിടെയൊന്നും അല്ല പോയത്, കടുത്താശ്ശേരി കൊട്ടാരത്തിലേക്കായിരുന്നു. അവിടെയും പോയി പ്രാർത്ഥിച്ച്. ഇവിടെ പറയിടാൻ നെല്ലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ വഴിപാടാണ് കോഴികളൊക്കെ അവിടെ ഇങ്ങനെ പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു ഫുൾ വ്യൂ കേട്ടോ ഈ അമ്പലത്തിൻ്റെ, കടുത്താശ്ശേരി കൊട്ടാരത്തിൻ്റെ. പിന്നെ ഞാൻ തിരിച്ചു വന്നു, അമ്പലത്തിൽ പോയി തൊഴുതിട്ട്. മകരം ഒന്നായിട്ട് മകരസദ്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇതൊക്കെ കഴിച്ചു. പരിപ്പും പപ്പടും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. അവിടെ ഊഞ്ഞാലിനകത്ത് അനിയൻ പോയി വീണ്ടും ആടുമായിരുന്നു. ഇതാണ് ആ മകരസദ്യ കൊടുക്കുന്നതിൻ്റെ ആ ഒരു പന്തലൊക്കെ അവിടെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഇവിടെ ഇങ്ങനെ ഒരു വലിയ പുളിമരം ഉണ്ടായിരുന്നു. ആ പുളിമരത്തിൽ 5-6 പുളിയൊക്കെ പിച്ച് കഴിച്ചു. അവിടെ ഇങ്ങനെ ആ തോടുണ്ടായിരുന്നു. തോടിൻ്റെ മണ്ടയ്ക്ക് ഒരു പാലുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ മണ്ടയ്ക്ക് കയറി ഞാൻ കളിച്ചിട്ടൊക്കെയാണ് തിരിച്ചു വന്നത്. പിന്നെ രാത്രിയായി. ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ലക്ഷദ്വീപത്തിന് വിളക്ക് കത്തിക്കാനാണ് പോകുന്നത്. പിന്നെ പോയി വിളക്കൊക്കെ കത്തിച്ചു. തീ പിടിച്ചുകൊണ്ട് ഞാൻ എളുപ്പം നടച്ചു കേട്ടോ. ഇവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അനിയന്മാരാണെങ്കിൽ കളിപ്പാട്ടത്തിന് കിടന്ന് പേടിയായിരുന്നു. പിന്നെ അവന്മാർക്ക് കുറച്ച് കളിപ്പാട്ടമൊക്കെ അവന്മാർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നിറയെ പല പല ഷേപ്പിലുള്ള വിളക്കുകളൊക്കെ ഉണ്ടായി. അതൊക്കെ ഞാൻ കത്തിച്ച്. ശംഖിൻ്റെ രൂപത്തിലും ശൂലത്തിൻ്റെയും അതിൻ്റെയൊക്കെ പല പല രൂപത്തിലുള്ള പിന്നെ അമ്പലത്തിൻ്റെ അകത്തും വിളക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കത്തിച്ചു കൊടുത്ത്. ഇവിടെ ഇങ്ങനെ ഒരു കുതിരയുടെ ഷേപ്പിലുള്ള വിളക്കുണ്ടായിരുന്നു കേട്ടോ. വലിയതായിരുന്നു. അതൊക്കെ ഞാൻ പോയി കത്തിച്ച്. അപ്പോഴത്തേക്കും ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ചായിരുന്നു.
പല പല കളറിലുള്ള ഈ ആകാശത്ത്. പിന്നെ പാനിപ്പൂരി വാങ്ങിച്ചു കഴിച്ചു ഞാൻ. അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും